ഇത് ഞാൻ 2026 ചെയ്തിട്ടുള്ള ജേർണൽസ് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ എൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഒരു പേജ് ചെയ്തു. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ജേർണൽ എൻട്രി എന്നുള്ള രീതിക്ക് ഒരു പേജ് ചെയ്തു. അതായത് ഈ ബുക്ക് ആരുടേതാണ്, ഇത് ബുക്കിൽ എന്തൊക്കെ ഉണ്ടാകും, ഈ ബുക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്താണ്, അങ്ങനെയൊക്കെ. പിന്നെ അബൌട്ട് മീ എന്ന് പറഞ്ഞിട്ടൊരു പേജും ചെയ്തു. പിന്നെ കുറച്ച് കോഡ്സ് എഴുതി കൊടുത്തു. പിന്നെ തിങ്സ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് പറഞ്ഞിട്ടൊരു പേജ് ചെയ്തു. ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട്. പിന്നെ ചെയ്തിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് ഡേനെ കുറിച്ച് ഞാൻ എഴുതി. പിന്നെ ഇൻറ്റൻഷൻ ഓഫ് ദ ഡേ ആണ് ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ എന്ത് ഇൻറ്റൻഷനോടെയാണ് എണീച്ചത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ പ്ലേലിസ്റ്റും ബക്കറ്റ് ലിസ്റ്റാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ഡ്രീം റൂമിനെ കുറിച്ചാണ്. എൻ്റെ റൂം എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള ലൈറ്റ്സ് വേണം, എങ്ങനെയുള്ള ഡെസ്ക് വേണം, എങ്ങനെയുള്ള ബെഡ് വേണം, അങ്ങനത്തെ എൻ്റെ ഡ്രീം ആയിട്ടുള്ള റൂമിനെ, പിൻട്രസ്റ്റ് റൂമിനെ കുറിച്ചാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. പിന്നെ തിങ്സ് ഐ വാണ്ട് ടു ഗെറ്റ് ബെറ്റർ ആയിട്ട് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. എനിക്ക് ഓൾറെഡി അറിയാം, പക്ഷേ കുറച്ചും കൂടി അറിയണമെന്ന് താല്പര്യമുള്ള സാധനങ്ങൾ. പിന്നെ നല്ല ഡ്രീമി ആയിട്ടൊരു ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വിൻറ്റേജ് സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്ത് കോഡ്സൊക്കെ എഴുതിയിട്ട് ഒരു ജേർണൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു എൻ്റെ ഫേവറേറ്റ് ആണ്. ഈ ബുക്കിൽ തന്നെ ഇപ്പോൾ കറണ്ട് ഫേവറേറ്റ് എനിക്ക് ഈ ജേർണലാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ബ്രഷ് പെൻസ് യൂസ് ചെയ്തിട്ട് ബോർഡർ ഡിസൈൻ വരച്ചിട്ട് കുറച്ച് കോഡ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ എഴുതി കൊടുത്തു. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെയ്തിട്ടുള്ളത് ഡോണ്ട് ഫോർഗെറ്റ് ടു എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ഞാൻ പിൻട്രസ്റ്റ് നോക്കി ചെയ്തതായിരുന്നു. പിന്നെ ചെയ്തിട്ടുള്ളത് തിങ്സ് ഐ ബൈ ഫ്രം മൈ വിഷ് ലിസ്റ്റ് ഇൻ 2026. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു കോഡ്സൊക്കെ എഴുതിയിട്ട് ഒരു പേജ് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ ഭയങ്കര മെമ്മറബിൾ ഫണ്ണി ഡേനെ കുറിച്ച് എഴുതി കൊടുത്തു. പിന്നെ ഞാൻ ബോഡി കെയർ എന്ന് പറഞ്ഞിട്ടൊരു പേജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.